അതൊരു മൊബൈൽ ഫോൺ വേണം. നോക്കിയാലൊന്നും പോരാ മോനെ, വാങ്ങിച്ചു കൊടുക്കുക തന്നെ വേണം. ഏവൻ ഏതാ മോനെന്ന് നിങ്ങൾക്കറിയില്ല. നോക്കിയാ മാത്രമല്ല കണ്ടാലും ഫോൺ പോലെ തന്നിരിക്കണം. അവര് പറഞ്ഞത് ശരിയാ. നിങ്ങൾ എന്താ ടീച്ചർ ചോദിച്ചു? ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. നിങ്ങളെല്ലാവരും പോലീസുകാരായി എന്ന് കരുതുക. നിങ്ങളുടെ ഒരു ജീവചരിത്രം ഒരു പേജിൽ എഴുതൂ. വേഗം. നീ എന്താ ഫാൻസി പോവുകയാണോ? എന്താണ് എഴുതാത്തത്? ഞങ്ങളുടെ കമ്പനിയിൽ മാനേജർ ആവാൻ വേണ്ട ആദ്യ യോഗ്യത ജികെയാണ്. ജനറൽ നോളജ് എന്നാണ്. സുഭാഷ് ചന്ദ്രബോസ് എന്ന വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജവഹർലാൽ നെഹ്റു ആരാണെന്ന് പറയാം. ഇതൊന്നും അറിയാതെയാണോ ഇങ്ങനെയൊരു ഇന്റർവ്യൂവിന് വന്നത്? പ്ലാസ്റ്റിക് മൊയ്തോ? ഇവരൊക്കെ ആരാ? സാറേ, ഒരു 10,000 രൂപ കടം തരണം. ഒരു പോത്തിനെ വാങ്ങിക്കാൻ. എന്റെ കയ്യിൽ രൂപയൊന്നുമില്ല. പോത്തിനെ വേണമെങ്കിൽ ഇവിടെ പിടിച്ചോണ്ട് പോയിക്കോ. ഉപ്പുമാവിന് എന്തെങ്കിലും പോരാതെ ഉണ്ടോടാ? ഇന്നലെ ഉച്ചയ്ക്ക് ഇവന് തിന്നാൻ കൊടുത്തുവിട്ട ചോറ് ആരും എടുത്ത് തിന്നെന്ന്. അവനെ കണ്ടുപിടിക്കാൻ എളുപ്പ. വയറിളക്കമായിട്ട് ആരാണ് ക്ലാസ്സിൽ വരാത്തതെന്ന് നോക്കിയാൽ മതി. വണ്ടി പോയിട്ട് റോഡ് ക്ലോസ് ചെയ്യാവോ കേട്ടോ? മുന്നോട്ടിന് നിങ്ങളോട് എന്ത് ഇഷ്ടമാണെന്നോ വന്നാൽ ഉടനെ അവൻ നിങ്ങളെ അന്വേഷിക്കും. നീ സ്കൂളിൽ പോയില്ലേ? വണ്ടി കടന്നു പോയിട്ട് റോഡ് കുറെ കടക്കാവുന്ന അമ്മച്ചി പറഞ്ഞില്ലേ? 1 മണിക്കൂർ നേരം നോക്കിയിരുന്നിട്ട് ഒറ്റ വണ്ടിയും പോയില്ല. പറയൂ, നീ നിന്റെ അമ്മ അച്ഛൻ ഇവരൊക്കെ തമ്മിലുള്ള ബന്ധമെന്താ? പഠിപ്പിക്കുമ്പോ ക്ലാസ്സിലെത്തി ഇനിയിപ്പോ വീണ്ടും പഠിപ്പിക്കാൻ പറ്റില്ല. നാളെ വരുമ്പോഴേ അച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കി വരണം കേട്ടോ. അതോ മോനെ, നീ എന്റെ മകൻ, ഞാൻ നിന്റെ അച്ഛൻ, നിന്റെ അമ്മ എന്റെ ഭാര്യ. മനസ്സിലായോ? ഉണ്ണിക്കുട്ട, ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞു. നോക്കൂ ടിൻഡു, നമ്മുടെ രാജ്യം എത്ര സുന്ദരമാണ്. നമ്മൾ പെറ്റമ്മയെ പോലെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം. ഈ രാജ്യത്തെ പിടിച്ച് പല വൃദ്ധസദനത്തിലും കൊണ്ടുപോയിടാൻ. എനിക്ക് രാജ്യസ്നേഹമില്ലെന്നാണോ നീ പറയുന്നത്? എങ്കിൽ നീ നോക്കിക്കോ, ഇന്ന് മുതൽ ഞാൻ ഒരു തരത്തിലുള്ള വിദേശ വസ്തുക്കളും ഉപയോഗിക്കില്ല. നീ എന്ത് ചെയ്യും? നോക്കിക്കോ, ഇനി മേലിൽ ഞാനൊരൊറ്റ ഇംഗ്ലീഷ് പരീക്ഷയിലും പാസ്സാവില്ല. എനിക്കൊരു ഐസ്ക്രീം വാങ്ങിത്തരോ? അതൊന്നും വേണ്ട. അച്ഛനല്ല എനിക്കാ, വാങ്ങിത്തരോ? അതൊന്നും ശരിയല്ല ടിൻഡു. അച്ഛന് വയസ്സായിക്കോട്ടെ,
വല്ല വൃദ്ധസദനത്തിലും കൊണ്ടുവിടും. അപ്പോഴേ അച്ഛൻ പറഞ്ഞു.